വാൽമീകി രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാഭാഗമാണ് വിഭീഷണൻ്റെ ശരണാഗതി എന്നുള്ളത്. ഇന്നത്തെ ഒരു നിൽപ്പുതറയിൽ നിന്നുകൊണ്ട് വിഭീഷണൻ ലങ്കാനഗരിയിൽ നിന്ന് രാവണനോട് യാത്ര പറഞ്ഞ് ഹിതകരമായ ഉപദേശങ്ങൾ കൊടുത്ത് വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തൻ്റെ 4 അനുചരന്മാരോടൊപ്പം അമാത്യന്മാരോടൊപ്പം ശ്രീരാമചന്ദ്രൻ്റെ സമീപം എത്തിച്ചേരുന്നതും അവിടെ ശ്രീരാമചന്ദ്രൻ തൻ്റെ കൂട്ടത്തിലുള്ള വാനരമുഖ്യന്മാരുമായി ചർച്ച നടത്തുന്നതും അതിനുശേഷം കാര്യകാരണയുക്തം ശ്രീരാമചന്ദ്രൻ വിഭീഷണനെ സ്വീകരിക്കണം എന്ന തൻ്റെ അഭിപ്രായം പറയുകയും വിഭീഷണനെ സ്വീകരിക്കുകയും അതിനുശേഷമുള്ള രാവണനെയും കൂട്ടാളികളെയും കുറിച്ചുള്ള കാര്യങ്ങളെ ചോദിക്കുകയും വിഭീഷണൻ പറയുകയും എങ്ങനെയാണ് ലങ്കാനഗരിയിലേക്ക് കടക്കുവാനുള്ള ഉപായമെന്ന് ചോദിച്ചപ്പോൾ സമുദ്രത്തെ ഉപാസന ചെയ്യുവാൻ പറയുന്ന രംഗം വരെയാണ് നാം കഴിഞ്ഞ ദിവസം അറിഞ്ഞതും പഠിച്ചതും. ഇന്ന് ഇത്രയും ഭാഗത്തെ നമുക്കൊന്ന് കുറച്ചുകൂടി ആഴത്തിൽ കുറച്ചുകൂടി ശ്രദ്ധയിൽ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് രാവണൻ്റെ വലിയ ശകാരം കേട്ടുകൊണ്ട് വിഭീഷണൻ തൻ്റെ കൂട്ടാളികളെയും കൂട്ടി ലങ്കയിൽ നിന്ന് യാത്ര തുടങ്ങുന്ന ആ ഒരു സന്ദർഭം വെച്ചുകൊണ്ട് വേണം നമുക്ക് ഇന്നത്തെ ഭാഗം ആരംഭിക്കാൻ. രാവണൻ്റെ ശകാരം കേട്ട് ഗദയും കയ്യിലെടുത്ത വിഭീഷണൻ 4 രാക്ഷസന്മാരുടെ കൂടെ സഭ വിടുകയാണ്. ആ 4 പേർ അനലൻ, പനസൻ, സമ്പാതി, പ്രമതി ഇവരായിരുന്നു ആ 4 പേർ. പോണ പോക്കിൽ തിരിഞ്ഞു നിന്നുകൊണ്ട് വിഭീഷണൻ പറയുന്ന വാക്ക് നാം വളരെ ശ്രദ്ധയോടെ കേട്ടു പഠിക്കണം. വിഭീഷണൻ പറഞ്ഞു, താങ്കൾ എനിക്ക് മൂത്തവൻ, അച്ഛന് തുല്യൻ, എന്നെ എന്തു വേണമെങ്കിലും പറയൂ. പക്ഷെ താങ്കളുടെ പോക്ക് ശരിയല്ല, താങ്കളുടെ ബുദ്ധി പിഴച്ചുപോയിരിക്കുന്നു, ധർമ്മത്തിൻ്റെ വഴിക്കല്ല താങ്കളുടെ പോക്ക്. ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ, ഇനി വിഭീഷണൻ പറയുന്ന വാക്കുകൾ കുറച്ചുകൂടി ശ്രദ്ധയോടെ നാം വിലയിരുത്തണം. മൂലഗ്രന്ഥത്തിൽ നിന്ന് ആ പറയുന്ന വാക്കുകളുടെ ശ്ലോകത്തെ നാം പഠിച്ചു വയ്ക്കുകയും വേണം. വിഭീഷണൻ പറഞ്ഞു, ചെവിക്കിമ്പമുള്ളത് പറയാൻ എന്നും ഏറെ പേർ കൂടെ ഉണ്ടാകും. എന്നാൽ ചെവിക്കിമ്പമില്ലെങ്കിലും ജീവിക്കാൻ വേണ്ടത് പറയുന്നവർ നന്നേ ചുരുങ്ങും. അത് ചെവിക്കൊള്ളുന്നവരും നന്നേ ചുരുങ്ങിപ്പോകും. വിഭീഷണൻ പറഞ്ഞ ഈ അവസാനത്തെ വാക്കുകൾ ഇതിനു മുൻപ് നമ്മൾ ഇതേ വരികളിലൂടെ നാം വാൽമീകി രാമായണത്തിൽ കേട്ടിട്ടുണ്ട്. അത് സീതാപഹരണത്തിന് പുറപ്പെട്ടപ്പോൾ മാരീചനും രാവണനോട് പറഞ്ഞത് ഇതേ വാക്കുകളാണ്. അങ്ങനെ ഈ വാൽമീകി രാമായണത്തിൽ ഈ ഒരു ശ്ലോകം 2 തവണ വരുന്നുണ്ട്. രണ്ടും പറയുന്നത് ഒരാളോട്, രാവണനോട്. പറയാനുള്ള സന്ദർഭം അധർമ്മം ചെയ്തു എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ്, കുലനാശം മുന്നിൽ കണ്ടുകൊണ്ടാണ്. ബന്ധുമിത്രാദികളടക്കം രാജ്യത്തിലെ സൈന്യവും രാജ്യവും നശിച്ച് നാമാവശേഷമായി തീരും എന്നുള്ള സൂചനയോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് സമാപനത്തിൽ സുഗ്രീവൻ പറഞ്ഞ ആ വാക്ക്, സീതാപഹരണത്തിന് തയ്യാറായി പോകുമ്പോൾ മാരീചൻ പറഞ്ഞ ആ വാക്ക്, ചെവിക്കിമ്പമുള്ളത് പറയാൻ എന്നും ഏറെ പേർ ഉണ്ടാകും. എന്നാൽ ചെവിക്കിമ്പമില്ലെങ്കിലും ജീവിക്കാൻ വേണ്ടത് പറയുന്നവർ നന്നേ ചുരുങ്ങും. അത് ചെവിക്കൊള്ളുക എന്നുള്ളത് ചെയ്യുന്നവരും വളരെ ചുരുക്കമാണ്. ഇതാണ് ആ ശ്ലോകവും നാം പഠിക്കണം, കേട്ടു പഠിക്കണം. സുലഭ പുരുഷാരാജൻ സതതം പ്രിയവാതിനഃ അപ്രിയസ്യ ച പഥ്യസ്യ വക്ത ശ്രോതാച ദുർലഭ എന്നുള്ളതാണ്. ഇവിടെ സൈനിക വേഷത്തിൽ അവിടെ നിന്നുകൊണ്ട് വിഭീഷണൻ തൻ്റെ കൂട്ടാളികളോട് കൂടിയിട്ട് തൻ്റെ യാത്ര ആരംഭിച്ചു. അങ്ങനെ ശ്രീരാമസന്നിധിയിലേക്ക് എത്തിച്ചേർന്ന വിഭീഷണൻ ആദ്യം കണ്ടത് സുഗ്രീവനെയാണ്. സ്വയം പരിചയം പറഞ്ഞ വിഭീഷണൻ രാമനെ ശരണം പ്രാപിക്കാൻ വന്നതാണെന്ന് സുഗ്രീവനോട് വ്യക്തമായി പറഞ്ഞു.
വിവരം മറ്റ് വാനരമുഖ്യന്മാരും അറിഞ്ഞു. പ്രഥമ ദൃഷ്ട്യാ എല്ലാവർക്കും സംശയമായി. സുഗ്രീവൻ ധൃതി പിടിച്ചുകൊണ്ട് രാമന്റെ അടുക്കലെത്തി രാവണ സഹോദരനായ വിഭീഷണനെ സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന ആപത്തുകളെല്ലാം രാമനെ പറഞ്ഞ് മനസ്സിലാക്കി. രാമനോട് പറഞ്ഞു, ഏതോ ഒരു ശത്രു നമ്മുടെ അടുക്കലെത്തിയിരിക്കുന്നു. ഇതായിരുന്നു തുടക്കം തന്നെ. രാക്ഷസന്മാർ മായാവികളാണ്. അവർ അകത്ത് കടന്ന് കുഴപ്പം കാണിക്കാൻ പോകുന്നവരാണ്. കൂട്ടത്തിൽ കയറി പിന്നിൽ നിന്ന് വെട്ടിക്കൊല്ലാനും അവർ മടിക്കില്ല. അവർ നമ്മുടെ വിവരങ്ങൾ എതിർച്ചേരിയിലെത്തിക്കും. ചാരപ്പണിയും സൂത്രപ്പണിയും ഒക്കെ അവർക്ക് വശമാണ്. ഇപ്പോൾ തന്നെ അവരെ പിടിച്ചു കെട്ടുകയാണ് ഉത്തമം. ഇതാണ് എൻ്റെ അഭിപ്രായമെന്ന് സുഗ്രീവൻ വ്യക്തമായി രാമനോട് പറഞ്ഞു. ഇവിടെ രാമൻ അത് കേട്ട് ബഹളം കൂട്ടിയില്ല. അദ്ദേഹം സാവകാശം മറ്റുള്ളവരുടെ അഭിപ്രായം ആരാഞ്ഞു. ആ അഭിപ്രായം ആരായുന്ന ശ്രീരാമചന്ദ്രൻ്റെ ഒരു കൂർമ്മബുദ്ധിയാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. നമ്മുടെ അടുത്തും നമ്മളൊരു സ്ഥാപനത്തിലോ സംഘടനയിലോ പ്രസ്ഥാനത്തിലോ ഒക്കെ ജീവിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ആദ്യം വന്ന് ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കുമോ? പലപ്പോഴും കണ്ടിട്ടുള്ളത്, നമുക്കിഷ്ടമുള്ള ചിലർ ഓടി വന്ന് നമ്മളോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം കേൾക്കുന്നത് നമ്മളങ്ങ് വിശ്വസിക്കും. പിന്നെ അതിനനുസരിച്ച് മറ്റുള്ളവരോട് പെരുമാറും. ഇതുപോലത്തെ നവമാധ്യമങ്ങളിലാണെങ്കിൽ വളരെ പെട്ടെന്ന് അവരെ റിമൂവ് ചെയ്യുകയും ചെയ്യും. കാരണം മറ്റൊരാളോട് പോലും ചോദിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം അവരെ നമ്മൾ ഒഴിവാക്കി കളയും. കാരണം വികലമായ ബുദ്ധിയുടെ ലക്ഷണമാണത്. കാരണം കൂട്ടത്തിൽ നിരവധി പേരുണ്ട്. ആ നിരവധി പേരോട് ചർച്ച ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത്തരം കാര്യങ്ങളെ എപ്പോഴും ഒരു തീരുമാനമെടുക്കാവൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കും മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ചാടിക്കയറി നമ്മളൊരു തീരുമാനത്തിൽ എത്തരുത്. അതുകൊണ്ട് രാമൻ ചെയ്ത ആ ഒരു നല്ല സംഘാടകന്റെ ആ ലക്ഷണമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ബഹളം കൂട്ടാതെ ഓരോരുത്തരോടും അഭിപ്രായം ആരാഞ്ഞു. വന്നവരെ സ്വീകരിക്കുന്നതിന് മുമ്പ് പരീക്ഷിച്ചു നോക്കണം. ഇതായിരുന്നു അംഗദന്റെ അഭിപ്രായം. അതിനു മുൻപ് തന്നെ ചാരന്മാരെ നിയോഗിക്കണം. ഇതായിരുന്നു ശരഭന്റെ അഭിപ്രായം. അവർ വന്നെത്തിയ നേരവും ഇടവും അത്രയ്ക്ക് പന്തിയല്ല. അതുകൊണ്ട് ശങ്കയോടെ അവരെ അകറ്റി നിർത്തണം. ഇതായിരുന്നു ശാസ്ത്രരീത്യാ ഗണിച്ച ജാംബവാന്റെ പ്രതികരണം. വിഭീഷണൻ രാവണന്റെ സഹോദരന് തുല്യനായതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി വിശദമായൊരു മുഖാമുഖം നടത്തി കാര്യങ്ങൾ ബുദ്ധിപൂർവം ഗ്രഹിച്ചു വേണം ഒരു തീരുമാനമെടുക്കണമെന്ന് നയകോപിതനായ മൈന്ദൻ തൻ്റെ അഭിപ്രായം പറഞ്ഞു. അങ്ങനെ അവസാനം ഹനുമാന്റെ ഊഴമായി. ഉടൻ തീരുമാനമെടുക്കേണ്ട പ്രശ്നമായതിനാൽ മുൻപ് പറഞ്ഞവരുടെ അഭിപ്രായങ്ങളെല്ലാം പ്രായോഗികമല്ല എന്ന് മനസ്സിലാക്കിയ ഹനുമാൻ കാര്യകാരണ സഹിതം ആ വാക്കുകളെ, തൻ്റെ അഭിപ്രായത്തെ സമർത്ഥിച്ചു. ജാംബവാനോട് വിയോജിച്ചുകൊണ്ട് ജാംബവാൻ പറഞ്ഞ ആ ഒരു വാക്കുണ്ടല്ലോ, അവർ വന്ന നേരവും ഇടവും അത്രയ്ക്കും പന്തിയല്ല, നേരം അത്ര ശരിയല്ല, വന്ന ഇടവും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ ആ അഭിപ്രായത്തെ വിയോജിച്ചുകൊണ്ട് ഹനുമാൻ പറഞ്ഞു, സമയവും ഇടവും പറ്റിയതാണെന്ന് കണ്ട് തന്നെയാണ് ശരണാർത്ഥികൾ വന്നെത്തിയിരിക്കുന്നത് എന്ന് ഹനുമാൻ വിലയിരുത്തി. പിന്നെ ഹനുമാൻ പറഞ്ഞ വാക്കാണ് നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. മറ്റാരും സ്പർശിക്കാത്ത, മറ്റാരും ചിന്തിക്കാത്ത തൻ്റേതായ ഒരു പുതിയ വാദഗതിയാണ് അദ്ദേഹം രാമൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആ വാദഗതി നാം ശ്രദ്ധയോടെ പഠിക്കേണ്ടത് ആവശ്യമാണ്. ഹനുമാൻ പറഞ്ഞു, താങ്കളുടെ കർത്തൃത്വശേഷി, അതായത് രാമൻ്റെ കർത്തൃത്വശേഷി, രാവണൻ്റെ പെരുമാറ്റ ദോഷം, താങ്കളുടെ ബാലിവധം, അതായത് രാമൻ്റെ ബാലിവധം, രാമൻ വഴി സുഗ്രീവാഭിഷേകം, ഇവ മനസ്സിലാക്കി രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിഭീഷണൻ ബുദ്ധിപൂർവം ഇവിടെ വന്നെത്തിയിരിക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കൂ, ഇത്രയേ ഉള്ളൂ ശരിക്കും തൻ്റെ അഭിപ്രായമായി ഹനുമാൻ പറയുന്നത്. ഈ അഭിപ്രായത്തെ വാൽമീകി മഹർഷി മൂലഗ്രന്ഥത്തിൽ എന്താണ് എഴുതി വച്ചിട്ടുള്ളത് എന്നുകൂടി നാം പഠിക്കണം. കാരണം ഈ രണ്ട് ശ്ലോകവും നാം കാണാതെ പഠിച്ചിരിക്കണം. യുദ്ധകാണ്ഡത്തിലെ 17-ാം സർഗത്തിൽ 66ഉം 67ഉം വരുന്ന ശ്ലോകങ്ങൾ. അതിൽ പറഞ്ഞു, വന്നതിൻ്റെ പിന്നിൽ ഒന്നാമത്തെ കാരണം രാമൻ്റെ കർത്തൃത്വശേഷിയും രാവണൻ്റെ പെരുമാറ്റ ദോഷവും. പറയുന്നുണ്ട്, ഉദ്യോഗം തവ സംപ്രേക്ഷ്യ മിഥ്യാവൃത്തം ച രാവണം. ആ രണ്ട് കാര്യങ്ങളും പറഞ്ഞു. അങ്ങയുടെ കർത്തൃത്വശേഷിയും
മിഥ്യാവൃത്തം ച രാവണം, രാവണന്റെ പെരുമാറ്റ ദോഷവും. വീണ്ടും രണ്ട് കാര്യം പറഞ്ഞു ഹനുമാൻ. താങ്കളുടെ ബാലിവധം, താങ്കൾ വഴി തന്നെ സുഗ്രീവാഭിഷേകം, അതിനും പറഞ്ഞു ബാലിനം ച ഹതം ശ്രുത്വ സുഗ്രീവം ചാഭിഷേചിതം. അതുകൊണ്ട് സുഗ്രീവന്റെ അഭിഷേകവും ബാലിയുടെ വധവും അദ്ദേഹം മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കിക്കൊണ്ട് രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ബുദ്ധിപൂർവം ഇവിടെ വന്നെത്തിയിട്ടുള്ളത്. അപ്പൊ രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ബുദ്ധിപൂർവമാണ് വിഭീഷണൻ വന്നിട്ടുള്ളത്. അത് വളരെ ഭംഗിയായി 67-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. രാജ്യം പ്രാർത്ഥയമാനസ്തു ബുദ്ധിപൂർവമിഹാഗത. ബുദ്ധിപൂർവമാണ് ഇവിടേക്കുള്ള ഈ വരവ്. അതുകൊണ്ട് എന്ത് വേണം? അദ്ദേഹത്തെ സ്വീകരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാവസ്തു പുരസ്കൃത്യ യുജ്യത്തെ തസ്യ സംഗ്രഹ. അദ്ദേഹത്തെ തീർച്ചയായും നമ്മൾ യുജ്യത്തെ, അദ്ദേഹത്തെ പുരസ്കൃതനാക്കണം, അദ്ദേഹത്തെ നാം സ്വീകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നോക്കൂ, വാൽമീകി മാത്രം സംശയമില്ലാതെ എഴുതി വച്ചതും മറ്റ് അനുഗാമികളായി പിന്നീട് ഭാഷാരാമായണങ്ങൾ ഒട്ടനവധി ഉണ്ടായിട്ടും ആ ഭാഷാരാമായണങ്ങളിൽ നമ്മൾ കാണാത്തതും വിട്ടുകളഞ്ഞതും ആയിട്ടുള്ള പ്രധാന വാചകമാണ് രാജ്യം പ്രാർത്ഥയമാനസ്തു ബുദ്ധിപൂർവമിഹാഗത എന്നുള്ളത്. വളരെ ബുദ്ധിപൂർവമാണ് അദ്ദേഹത്തിൻ്റെ വരവ്. രാജ്യം ആഗ്രഹിച്ചുകൊണ്ടാണ് വരവ്. ഇതിന് പ്രേരകമായ കാരണങ്ങളാണ് പറഞ്ഞത്. ബാലിവധവും സുഗ്രീവന്റെ അഭിഷേകവും ഇത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ വാൽമീകിയുടെ വർണ്ണന പ്രകാരം വിഭീഷണന്റെ ശരണാഗതിയുടെ ഹേതു തികച്ചും ഭൗതികമാണ്. ഇതാണല്ലോ ഹനുമാൻ ഉറപ്പിക്കുന്നത്. അപ്പോൾ ഭൗതികമായ ഒരു കാര്യത്തെ ആഗ്രഹിച്ചുകൊണ്ടാണ് സുഗ്രീവൻ വന്നിട്ടുള്ളത്. ഈ ഒരു കാര്യത്തെ ഒരു നവാഹയജ്ഞവേദിയിൽ ഒരാചാര്യൻ ഇങ്ങനെ വർണ്ണിക്കുകയാണ്. ശ്രീരാമചന്ദ്രൻ പലരുമായി ചർച്ച ചെയ്ത് ഇങ്ങനെ വിഭീഷണനെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ച് ആചാര്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറേ സമയമായിട്ടും വിഭീഷണനും കൂട്ടാളികളും അവിടെ സംശയത്തോടെ കാത്തു നിൽക്കുകയാണ്. എന്താണ് ഇനി അടുത്തതുണ്ടാകുമോ എന്ന്, എന്താ പറയാൻ പോകുന്നത് എന്നൊന്നും അറിയാതെ കാത്തു നിൽക്കുകയാണ്. കുറേ സമയം ഇങ്ങനെ ചർച്ചകൾ ഇങ്ങനെ പൊടിപൊടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു വലിയ വിദ്വാൻ സഭയിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ ഈ യജ്ഞാചാര്യൻ ചോദിച്ചു, അങ്ങ് എന്താ എഴുന്നേറ്റത്? ഇനിയിപ്പോൾ ഇത് കേട്ടിട്ട് ഇപ്പം എന്താ കാര്യം എന്നായി അദ്ദേഹം. അതെന്താ കാരണം? ഭഗവാനിൽ ശരണാഗതിയുമായി ഒരു വ്യക്തി വന്നിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളതിനെ പറ്റി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. അതും വിഭീഷണനെ പോലെ ഒരു ധർമ്മിഷ്ഠൻ വന്നിട്ട്. അപ്പം നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരൻ ഭഗവാന്റെ സമീപത്ത് ചെന്ന് ശരണാഗതിയുമായി ചെല്ലുമ്പോൾ നമ്മുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും? നമ്മളെയൊക്കെ തിരിച്ച് ഓടിപ്പിക്കാനാണ് സാധ്യത. അതുകൊണ്ട് ഈ രാമായണം ഇനി കേൾക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റു. ഉടനെ തന്നെ യജ്ഞാചാര്യൻ പറഞ്ഞു, അങ്ങ് ഇരിക്കുക, ഒരു കാര്യം അങ്ങ് ശ്രദ്ധിച്ചോ. വിഭീഷണന്റെ വരവ് ഭൗതികമായിട്ടുള്ള ഒരു കാര്യത്തെ കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ്. നോക്കൂ, നമ്മൾ ഭൗതിക കാര്യങ്ങൾക്കായി ഭഗവാന്റെ മുന്നിൽ ചെന്നാൽ കുറേ കാലം പോണ്ടി വരും. നമ്മുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഭഗവാന്റെ മുന്നിൽ ചെന്നാൽ കുറേ സമയം ചിലവഴിക്കേണ്ടി വരും. കുറേ അധികം വഴിപാടുകൾ നടത്തേണ്ടി വരും. കാരണം ഭൗതികമായ കാര്യങ്ങൾക്കാണ്. പക്ഷേ സുഗ്രീവന്റെ കാര്യത്തിലെ ഭൗതികമായ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് വന്നതുകൊണ്ട് കുറേ സമയം നിൽക്കേണ്ടി വന്നു. സുഗ്രീവന്റെ കാര്യത്തിൽ മാത്രമേ, വിഭീഷണന്റെ കാര്യത്തിൽ മാത്രമേ ആ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. വിഭീഷണനെ സ്വീകരിക്കണം എന്ന കാര്യത്തിലാണ് ചർച്ചയുള്ളൂ. ബാക്കി കൂടെയുണ്ടായിരുന്ന 4 പേരെ ഉണ്ടല്ലോ, ഒരു ചർച്ചയും കൂടാതെയാണ് അവരെ സ്വീകരിച്ചത്. എന്ന് വെച്ചാൽ അവർ വന്നത് പരിപൂർണമായ സമർപ്പണത്തോടെയും വിഭീഷണൻ വന്നത് രാജ്യം പ്രാർത്ഥനമാനസ്തു, ആ രാജ്യത്തെ ആഗ്രഹിച്ചുകൊണ്ടാണ്, ഭൗതികമായൊരു വസ്തുവിനെ ആഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് നടക്കേണ്ടി വരും. ഒരു പ്രാവശ്യം പോയാൽ പോരാ, പല പ്രാവശ്യം പോകേണ്ടി വരും. കുറച്ച് സമയം നിന്നാൽ പോരാ, കുറേ സമയം നിൽക്കേണ്ടി വരും. അതുകൊണ്ട് അതാണ് ഇവിടെ സംഭവിച്ചത് എന്ന് യജ്ഞാചാര്യൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അവിടെ ഇരുന്ന് ആ യജ്ഞം മുഴുവൻ കേട്ടു എന്ന് ഒരു കഥ കേട്ടിട്ടുണ്ട്. ഇവിടെ ഹനുമാൻ വെളിപ്പെടുത്തിയ അഭിപ്രായവും തൻ്റെ മനസ്സിലിരിപ്പും ഒന്നാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള രാമന് അതിയായ സന്തോഷമായി. വാൽമീകി എഴുതിയത് പ്രസന്നാത്മ എന്നാണ്. രാമന്റെ മുഖം പ്രസന്നാത്മ, വളരെ സന്തോഷമായി രാമന്. പക്ഷെ സുഗ്രീവൻ തൻ്റെ പഴയ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിന്നു.
ഇതെല്ലാം കേട്ടപ്പോൾ രാമൻ കൂടിയാലോചനകളെല്ലാം കഴിഞ്ഞ് ഒരു തീർപ്പ് കൽപ്പിച്ചു. അങ്ങനെയാണല്ലോ ഒരു നേതാവിൻ്റെ ലക്ഷണം, സംഘാടകന്റെ ലക്ഷണം, ഒരു സംയോജകന്റെ ലക്ഷണം. എല്ലാം കേട്ടതിന് ശേഷം തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് രാമൻ പറഞ്ഞു, പാപം ചെയ്യാത്ത നിഷ്കളങ്കർ സ്വന്തം കുടുംബക്കാരെ മാനിക്കുകയും അവരുടെ ഹിതം നോക്കുകയും ചെയ്യുന്നു. എന്നാൽ കുടുംബക്കാരൻ രാജാവാകുമ്പോൾ ആ നിഷ്കളങ്കൻ പലപ്പോഴും സംശയിക്കപ്പെടുന്നു, അവൻ്റെ ജീവിതം അപകടത്തിലാകുന്നു. വിഭീഷണന് സംഭവിച്ചത് അതാണ്. ആ പേടി കൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. ആ അവസ്ഥയിൽ സ്വജനങ്ങളെ വിട്ടുപോകുന്നത് ശരിയല്ലെന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. എന്തായാലും നമ്മളാരും അയാളുടെ കുടുംബക്കാരെയല്ല. അയാളാണെങ്കിൽ രാജാകാംക്ഷിയാണ്, കൂടെയുള്ളവർ പണ്ഡിതന്മാരുമാണ്. അതുകൊണ്ട് അയാളെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അതുമൂലം രാക്ഷസന്മാർക്കിടയിൽ വിള്ളലുണ്ടാകുമെന്ന് തീർച്ചയാണ്. നമ്മുടെ സമ്മതം വിഭീഷണനും കൂട്ടുകാർക്കും അത്യാനന്ദമായിരിക്കും നൽകുക, അതുകൊണ്ട് സംശയമില്ല എന്ന് പറഞ്ഞ് രാമൻ അവസാനിപ്പിക്കാൻ പറഞ്ഞു. സുഗ്രീവനിൽ ഒരു പ്രത്യേക നോട്ടം ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു, സുഗ്രീവ, ലോകത്തിൽ ഭരതനെ പോലെ ഒരു സഹോദരനില്ല, എന്നെ പോലൊരു മകനില്ല, താങ്കളെപ്പോലെ ഒരു ചങ്ങാതിയുമില്ല എന്ന് ഓർക്കണേ എന്ന് രാമൻ ഭംഗിയായി തൻ്റെ ഉത്തരം പറഞ്ഞു. ഇവിടെ ഹനുമാനും രാമനും പറഞ്ഞ രാജ്യശബ്ദത്തിന് ഭരണം എന്നാണ് അർത്ഥം നാം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ലങ്ക എന്ന ഭൂപ്രദേശമല്ല വിഭീഷണന്റെ ലക്ഷ്യം. വിഭീഷണൻ ആവശ്യപ്പെടുന്നത് ഒരു ഭരണമാറ്റമാണ്. ഇതാണ് ഹനുമാന്റെ വിലയിരുത്തൽ. അല്ലാതെ വിഭീഷണൻ സ്വാർത്ഥനല്ല. അവിടെ ഒരു ഭരണമാറ്റം ആവശ്യമാണ്. അതുകൊണ്ട് ഇക്കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ വിഭീഷണനെ രാജ്യദ്രോഹിയായി തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. വിഭീഷണന്റെ സ്വരാജ്യം വിട്ട് ഇക്കരയ്ക്കുള്ള വരവ് പിൽക്കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിനിടയിൽ നമ്മൾ ഇതുപോലെ ഒരു പിന്മാറ്റം കണ്ടിട്ടുണ്ട്. ഒരു വീര ഇതിഹാസത്തിൻ്റെ അതിശക്തനായ ഭാരതാംബയുടെ പ്രിയപുത്രനായിട്ടുള്ള ധീരനായിട്ടുള്ള ഭാരതത്തിൻ്റെ ഈ സായുധ സമരത്തിൻ്റെ നട്ടെല്ലായി പ്രവർത്തിച്ചിട്ടുള്ള, അങ്ങേയറ്റം കരുത്തും തൻ്റെ ഇടവും തൻ്റെ കൈമുതലാക്കി വെച്ചിട്ടുള്ള അതിശക്തനായിട്ടുള്ള നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിഭീഷണന്റെ ഈ ഒരു സ്വന്തം രാജ്യം വിട്ട് ഇക്കരയ്ക്കുള്ള വരവ് പോലെ സ്വാതന്ത്ര്യ സമരത്തിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇതുപോലെ ഭാരതത്തിൽ നിന്ന് വിദേശത്തേക്ക് ഒളിച്ചു കടന്നതായി നമുക്ക് കാണാം. ഭാരതത്തിൻ്റെ ഭരണമാറ്റത്തിന് വേണ്ടി പദ്ധതിയിട്ടുകൊണ്ട് അദ്ദേഹം വിദേശങ്ങളിൽ പോയി. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് ഇന്ത്യയെ അദ്ദേഹം വിട്ടു. ആ വാക്ക് മനസ്സിലാക്കണേ. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് ഇന്ത്യയെ അദ്ദേഹം വിട്ടു. ഇതുപോലെയായിരുന്നു വിഭീഷണന്റെ നാടുവിടലും. ഈ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം വിഭീഷണന്റെ ഈ വരവും ശരണാഗതിയും തീരുമാനവും ഹനുമാന്റെ ഉള്ളും രാമന്റെ ഉള്ളവും ഒക്കെ നാം മനസ്സിലാക്കേണ്ടത്. ശ്രീരാമചന്ദ്രന്റെ ഉള്ളം കുറച്ചുകൂടി നാം മനസ്സിലാക്കണം. ഹനുമാന്റെ ഉള്ളം നമുക്കിപ്പോൾ വ്യക്തമായി, ഹനുമാന്റെ ചിന്തകൾ നമുക്ക് മനസ്സിലായി, ഹനുമാന്റെ അഭിപ്രായം നമ്മൾ മനസ്സിലാക്കി, ഹനുമാന്റെ കൂർമ്മബുദ്ധി നമ്മൾ മനസ്സിലാക്കി, ആ സൂക്ഷ്മ നയനനെ നമ്മൾ മനസ്സിലാക്കി, ആ വാഗ്വിതാംബരനെ നമ്മൾ മനസ്സിലാക്കി, ആ തപസ്വാധ്യായ നിരതനെ നമ്മൾ മനസ്സിലാക്കി, ആ നല്ല ഒരു സേവകനെ നമ്മൾ മനസ്സിലാക്കി, രാമഭക്തനെ നമ്മൾ മനസ്സിലാക്കി, കുശാഗ്രബുദ്ധിയുള്ള ആ ഒരു അമാത്യനെ നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ഇവിടെ ശ്രീരാമനിൽ കൂട്ടിക്കൊണ്ട ഒരു നീതി കൂടി നമ്മൾ മനസ്സിലാക്കണം. വിഭീഷണനും 4 സഹചരന്മാരും രാമന്റെ മുമ്പിലെത്തി അഭിവാദനം കഴിഞ്ഞ ഉടനെ തന്നെ മുഖവുര ഒന്നുമില്ലാതെ തന്നെ രാമൻ വിഭീഷണനോട് തുറന്നു പറഞ്ഞത് എന്താ? ആഖ്യാഹി മമ തത്വേന രാക്ഷസാനാം ബലാബലം. എന്നോട് പറയൂ, എന്നോട് കാര്യങ്ങൾ പറയൂ. എന്ത് പറയണം? രാക്ഷസന്മാരുടെ ബലാബലങ്ങളെ കുറിച്ച് എണ്ണി എന്നോട് പറയുക. യാതൊരു പതർച്ചയുമില്ലാതെ വിഭീഷണൻ പ്രധാനികളുടെ പേരെടുത്ത് രാവണബലത്തിന്റെ അകംപുറം ഒരു കിളി പറയുന്നത് പോലെ അങ്ങ് പറഞ്ഞു. എന്നിട്ട് ഒരടി കൂടി മുന്നോട്ട് പോയി വിഭീഷണൻ പറഞ്ഞു, രാവണനുമായുള്ള യുദ്ധത്തിൽ കലവറയില്ലാത്ത സഹായം ഞാനിതാ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം ചെയ്യുന്നു എന്നുള്ള വാക്ക് കേട്ടപ്പോൾ തന്നെ രാമന് വിഭീഷണന്റെ ഉള്ളം മനസ്സിലായി, മനസ്സ് വായിച്ചെടുത്തു. പരഹൃദയ ജ്ഞാനം നല്ലപോലെ അറിയാവുന്ന ശ്രീരാമചന്ദ്രൻ വിഭീഷണന്റെ ഈ ഒരൊറ്റ വാക്കിൽ തന്നെ ഉള്ളം മനസ്സിലാക്കി. കൂടെയുള്ളവർക്ക് മനസ്സിലായി കാണും. ലക്ഷ്മണന്റെ നേർക്ക് പെട്ടെന്ന് തിരിഞ്ഞുകൊണ്ടാണ് രാമൻ പറയുന്നത്, ലക്ഷ്മണ, കടലിൽ നിന്നും ജലം കൊണ്ടുവരിക. വിഭീഷണനെ ആ കടൽ ജലം കൊണ്ട് അഭിഷേകം ചെയ്ത് ഒട്ടും വൈകാതെ തന്നെ ലങ്കാധിപതിയായി വാഴിക്കുക. ഇദ്ദേഹത്തിനു എൻ്റെ പ്രസന്നത നൽകേണ്ട പ്രസാദം ഇതാണ് എന്ന് പറഞ്ഞു. ഇവിടെ ലക്ഷ്മണൻ ഇത് കേട്ട് ഉടനെ തന്നെ ആ കാര്യങ്ങളൊക്കെ അനുസരിച്ചു. ഇവിടെ രാമന്റെ വാക്ക് നാം മറക്കരുത്. 19-ാം സർഗത്തിൽ 26-ാമത്തെ ആ ഒരു വരി നാം മറക്കരുത്. രാജശാസനാത്ത് വിഭീഷണം രാജാനാം
അഭ്യഷിഞ്ചത്, വേഗം അദ്ദേഹത്തെ അഭിഷേകം ചെയ്യൂ. എന്തിന്? അത് രാജശാസനയാണ്. ഇവിടെ ശ്രീരാമചന്ദ്രന്റെ രാജശാസനയായിട്ടാണ് വാൽമീകി പറയുന്നത്. നോക്കൂ, ലങ്കാധിപതിയായ രാവണൻ ജീവിച്ചിരിക്കെ ലങ്കയ്ക്ക് മുകളിലൂടെ, അതായത് നദിക്ക് മുകളിലൂടെ പാലം കെട്ടുന്നതിന് മുൻപേ ലങ്കയ്ക്ക് വെളിയിൽ വെച്ച് രാജാകാക്ഷി ലങ്കാധിപതിയായി ഇവിടെ വിഭീഷണനെ വാഴ്ത്തുകയാണ്. രാമശാസനം മൂലം എന്നാണ് ശരിക്കും പറയേണ്ടത്. ഇവിടെ പറഞ്ഞത് രാജശാസനാത് വിഭീഷണം രാജാനാം അഭിഷേകം ചെയ്യൂ എന്നാണ് പറഞ്ഞത്. കാരണം രാമശാസനം എന്നല്ലേ പറയേണ്ടത്. ഇവിടെ എന്തിനാണ് രാജശാസനം എന്ന് പറഞ്ഞത്? ഇതാണ് കവി പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയം. ഓക്കെ, ഇവിടെ വികാരപരതയും മുൻധാരണകളുമൊക്കെ നീക്കി നിർത്തിയിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ തികച്ചും രാഷ്ട്രീയമായ ഒരു നടപടിയല്ലേ ഇവിടെ രാമൻ ചെയ്തത്. ലോകത്തിൽ ഇതുവരെയുള്ള രാഷ്ട്രീയ തകിടം മറിച്ചിലുകളുടെ ചരിത്രത്തിൽ നിലവിലുള്ള ഭരണാധികാരിയുടെ അംഗീകാരം പിൻവലിച്ച് ആ സ്ഥാനത്ത് രാജ്യാതിർത്തിക്ക് പുറത്തുവെച്ച് പകരം ഒരു ഭരണാധിപനെ പ്രഖ്യാപിച്ച് അംഗീകാരം കൊടുക്കുന്ന സുദീർഘ സംഭവ ശൃംഖലയുടെ ആദ്യത്തെ കണ്ണി ഈ വിഭീഷണന്റെ അഭിഷേകം തന്നെയാണ്. ഈ ദുർലഭ മുഹൂർത്തത്തിൽ രാമന്റെ മുഖത്ത് കളിയാടിയ പ്രസന്നത ദർശിച്ചുകൊണ്ടാണ് വാനരവാഹിനി ആരവം മുഴക്കിയത്, ആർപ്പു വിളിച്ചത്. നോക്കൂ, ഇവിടെ ശ്രീരാമചന്ദ്രൻ ചെയ്ത ഈ പ്രവൃത്തിയെ നമ്മൾ ഈ ഒരു കണ്ണോടുകൂടി മാത്രം കണ്ടാൽ പോരാ, ഇതിന് മറ്റൊരു കണ്ണുകൂടി വേണം. ആ കണ്ണ് എന്താണ്? നോക്കൂ, സുഗ്രീവന്റെ അനുവാദത്തോടുകൂടി വിഭീഷണൻ വന്ന് ശ്രീരാമചന്ദ്രന്റെ സമീപത്ത് ചെന്ന് പറയണത്, സർവഭൂത ശരണ്യനായിരിക്കുന്ന അവിടത്തെ ഞങ്ങളിതാ ശരണമടയുന്നു. ലങ്കയും സ്വജനങ്ങളും ധനവും ഞാൻ ഉപേക്ഷിച്ചു. എൻ്റെ ജീവിതവും സുഖവും രാജ്യവും അങ്ങയ്ക്ക് അധീനമാണ്. ഇത് കേട്ടപ്പോൾ രാമൻ വിഭീഷണനെ വല്ലാതെ സ്നേഹം കൊണ്ട് കടാക്ഷിച്ചു. അങ്ങനെ കടാക്ഷിച്ചുകൊണ്ട് സ്വീകരിക്കുന്നു. ഇവിടെ ഭക്തിമാർഗത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാവം, ഒരു ശരണാഗതി ഭാവം വിഭീഷണനിൽ കാണാം. വിഭീഷണന്റെ ശരണാഗതി ഭാഗവതന്മാർക്ക് പ്രിയങ്കരമായൊരു ഉപാഖ്യാനമാണ്. ഈ അഭയ പ്രതിജ്ഞയാണ് രാമായണത്തെ ഒരു ഭക്തിശാസ്ത്രമാക്കുന്നത്. രാമായണത്തിൽ ഈ ഭക്തിയുടെ ഭാവം കാണുന്ന ചില സന്ദർഭങ്ങളുണ്ട്. നമ്മൾ വനവാസിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധയോടെ നാം കേട്ടിട്ടുള്ള ശബരി മാതാവിൻ്റെ ശരണാഗതിയുണ്ട്. ഇതേപോലെ ഒരു ശരണാഗതിയാണ് സത്യത്തിൽ രാമായണത്തിലെ വിഭീഷണന്റെ ശരണാഗതി. ഈ ഒരു ശരണാഗതിയാണ് രാമായണത്തെ ഒരു ഭക്തിശാസ്ത്രമാക്കുന്ന മുഖ്യ ഘടകം. ശ്രീരാമന്റെ അമാനുഷ പ്രഭാവവും ഈ അഭയദാനം, ഈ അഭയം കൊടുത്തുകൊണ്ടുള്ള ഈ ദാനവും പ്രകടമാക്കുന്നത് രാമന്റെ ഈ അമാനുഷിക ശക്തിയെക്കുറിച്ചാണ്. വിഭീഷണന്റെ ഹിതവും ശ്രേയസ്സുമായിട്ടുള്ള ഉപദേശങ്ങൾ ഒരിക്കലും തലതിരിഞ്ഞ 10 തലയൻ ചെവികൊണ്ടില്ല. സജ്ജനങ്ങൾക്ക് അസത്തുക്കളായവരോട്, അവർ സ്വജനങ്ങളാണെങ്കിലും, ഈ വാക്ക് ശ്രദ്ധിക്കണേ, സജ്ജനങ്ങൾക്ക് അസത്തുക്കളായവരോട്, അവർ ചിലപ്പോൾ നമ്മുടെ സ്വജനങ്ങളാണെങ്കിൽ പോലും അവരോടുള്ള വാസം വളരെ അസഹ്യമാണ്. ചിലർക്ക് അതുകൊണ്ടാണ് ചിലരോട് ചേർന്ന് നിൽക്കാൻ പറ്റാത്തത്. കാരണം അവരുടെ അസത്തുക്കളാണവർ. പക്ഷെ അവർ നമ്മുടെ സ്വജനങ്ങളുമാണ്. സ്വജനങ്ങൾ അസത്തുക്കളായി കഴിഞ്ഞാൽ അവരോടൊപ്പം നിൽക്കാൻ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ധർമ്മത്തിനെതിരായി അർത്ഥകാമങ്ങൾ തല ഉയർത്തി നിലനിന്നപ്പോൾ വിഭീഷണൻ കാലക്കേട് ബാധിച്ച ലങ്ക വിട്ട് ശ്രീരാമചന്ദ്രന്റെ സമീപം വന്നണയാണ്. രാമൻ മഹാത്മാവും സർവലോക ശരണ്യനുമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിഭീഷണൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ രാജ്യം കാക്ഷിച്ചുകൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞു, അതൊരു ഭാഗമാണ്. മറ്റൊരു ഭാഗം നാം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ശ്രീരാമചന്ദ്രൻ എന്ന മഹാത്മാവിനെയും സർവലോക ശരണ്യനായിട്ടുള്ള ശ്രീരാമചന്ദ്രന്റെ ഈ അമാനുഷ പ്രഭാവത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി തന്നെയാണ് വിഭീഷണൻ വന്നത്. ധർമാചരണത്തിന് പ്രതികൂലമായി നിന്ന രക്ഷസുകളെ വെടിഞ്ഞു. രാമപാർശ്വമാണ് തനിക്ക് ഉചിതമെന്ന് നനച്ച് ഒരു ശരിയായ ഭക്തന്റെ ഭാവത്തിൽ ശ്രീരാമചന്ദ്രന്റെ സമീപത്തേക്ക് വിഭീഷണൻ ചെല്ലുകയാണ്. രാമൻ തനിക്ക് അഭയമരുളുമെന്ന വിശ്വാസമാണ് ദീനനായി രാമനെ രക്ഷകനായി വരിക്കാൻ വിഭീഷണനെ കൊണ്ട് തീരുമാനിപ്പിച്ചത്.
അങ്ങനെ സ്വജന സ്നേഹവും നമ്മളിവിടെ മനസ്സിലാക്കണേ. ഈ സ്വജനങ്ങളോടുള്ള സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ അവർ അധർമ്മ മാർഗത്തിലാണ് പോകുന്നത് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ തൻ്റെ ധർമ്മ വഴി എന്താണെന്ന് മനസ്സിലാക്കിയ വിഭീഷണൻ അവിടെ നിന്ന് രാമസമീപത്തേക്ക് വന്നു. ഇതുപോലെ സ്വജനങ്ങളെ ശരിയായി മനസ്സിലാക്കാത്ത ഒരാളുണ്ടായിരുന്നു അതിനുശേഷമുണ്ടായിരുന്ന അർജുനൻ. നോക്കൂ, സ്വജന സ്നേഹവും സ്വധർമ്മവും തമ്മിൽ പൊരുത്തക്കേട് വന്നു അർജുനന്. ഈ പൊരുത്തക്കേട് ഇവിടെ വിഭീഷണന് വന്നില്ല കേട്ടോ. വിഭീഷണൻ കൃത്യമായി കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വിഭീഷണൻ തൻ്റെ തീരുമാനമെടുത്തു. പക്ഷെ അർജുനന് അത് വേണ്ട വിധത്തിൽ അങ്ങ് മനസ്സിലാക്കാൻ പറ്റിയില്ല. സ്വജന സ്നേഹവും സ്വധർമ്മവും തമ്മിൽ പൊരുത്തക്കേട് വന്നപ്പോൾ മധ്യമ പാണ്ഡവനായിട്ടുള്ള അർജുനൻ കാർപ്പണ്യഹതചേതസാനായി. കാർപ്പണ്യദോഷോ എന്ന് പറയുന്നുണ്ട്. ഈ കാർപ്പണ്യദോഷം വന്നു ചേർന്നു. അപ്പോൾ എന്തു ചെയ്തു? കാർപ്പണ്യദോഷം എന്ന് പലതും പറഞ്ഞപ്പോൾ അത് കാർപ്പണ്യദോഷമാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞ് ശ്രീകൃഷ്ണന്റെ കാൽപാദത്തിൽ തന്നെ സാഷ്ടാംഗം അദ്ദേഹം അങ്ങ് ശിഷ്യനായി തന്നെ കാണണമെന്ന് പറഞ്ഞ് പൂർണ്ണമായ ശരണാഗതി ചെയ്യാണ്. അതുവരെ ശരണാഗതിയില്ല. അർജുന വിഷാദ യോഗം, ആ വിഷാദ യോഗത്തിൽ അർജുനൻ തൻ്റെ വിഷമങ്ങളും താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ ന്യായീകരണമൊക്കെ പറഞ്ഞ് അതിനുശേഷമാണ്. അപ്പോഴൊന്നും ഭഗവാൻ മിണ്ടുന്നേയില്ല, കൃഷ്ണൻ മിണ്ടിയിട്ടേയില്ല. കാരണം ശരണാഗതി ഇല്ലെങ്കിൽ ഭഗവാൻ മിണ്ടില്ല, ഭഗവാൻ നമ്മളെ ശ്രദ്ധിക്കുക പോലുമില്ല. അപ്പോൾ അവസാനം പറഞ്ഞു, ഈ ശിഷ്യസ്തേഹം ശാധിമാം ത്വം പ്രപന്നം, ഞാനിതാ എന്നെ ശിഷ്യനായിട്ട് കാണണം, ഞാനിതാ അങ്ങയെ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് ശരണമടഞ്ഞപ്പോഴാണ് സത്യത്തിൽ ശ്രീകൃഷ്ണൻ തൻ്റെ ഉപദേശം തുടങ്ങുന്നത്. അപ്പോൾ നോക്കൂ, ശരണാഗതിയിലൂടെ മാത്രമാണ് ഭഗവത് വാണികൾ കേൾക്കാൻ സാധിക്കൂ. അങ്ങനെ ശരണമടഞ്ഞപ്പോഴാണ് നമുക്ക് ഈ മോഹനാശകമായിട്ടുള്ള ഗീതാമൃതം ലഭിച്ചത്. ഇതുപോലെ ഭാഗവതത്തിൽ നിരവധി തരത്തിലുള്ള ഇത്തരം ശരണാഗതികളെ നമുക്ക് ഭാഗവതത്തിൽ കാണാം. പരമഭാഗവതനെന്ന് ഭാഗവതകാരന്മാർ തന്നെ വാഴ്ത്തുന്ന പ്രഹ്ലാദൻ നവധാഭക്തിയിലൂടെ പരമപദമായി പറയുന്നത് ആത്മനിവേദനമാണ്. ആത്മനിവേദനം പരിപൂർണമായ ശരണാഗതിയാണ്. ഇങ്ങനെ ഭക്തിശാസ്ത്രങ്ങളിൽ ഭാഗവതന്മാർ ഏകകണ്ഠമായിട്ട് നിരവധി തരത്തിലുള്ള ഈ ശരണാഗതികളെ കുറിച്ച് പറയുന്നുണ്ട്. ഭാഗവതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശരണാഗതി ഭക്തപ്രഹ്ലാദൻ്റേതാണെങ്കിൽ അതിലും ശ്രേഷ്ഠമായ 2 ശരണാഗതികൾ ഭാഗവതത്തിലുണ്ട്. അതിലൊന്ന് പാഞ്ചാലിയുടെ ശരണാഗതിയാണ്. വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ സർവ്വവിധത്തിലുമുള്ള തൻ്റെ മനസ്സ് പരിപൂർണമായും ഭഗവാനിൽ സമർപ്പിച്ച് ഇരു കൈയും ഉയർത്തിക്കൊണ്ട് ഭഗവാനിൽ ശരണാഗതി പ്രാപിക്കുന്ന ആഗ്രഹിക്കുന്ന പാഞ്ചാലി നമ്മുടെ മനസ്സിലുണ്ട്. ഇതിലും വലിയൊരു ശരണാഗതി, ഇതിന് തത്തുല്യമായി നിലനിൽക്കുന്നത് ഗജേന്ദ്രന്റെ ശരണാഗതിയാണ്. തൻ്റെ കൈമുതലുള്ള സർവ്വതും നഷ്ടപ്പെട്ട് കൂട്ടാളികളും നഷ്ടപ്പെട്ട് ഇനി തനിക്ക് ഭഗവാൻ മാത്രമുള്ളൂ എന്ന ഉറച്ച ആ ഒരു വിശ്വാസം വന്ന ആ മുതല തൻ്റെ കാലിൽ പിടിച്ചപ്പോൾ ഗജേന്ദ്രൻ്റെ ഒരു ശരണാഗതിയുണ്ട്. അതാണ് ശരണാഗതികളിൽ കേമമായി പറയുന്നത് ഇത്തരം ചില ശരണാഗതികളാണ്. ഇവിടെ തന്നെ ശരണമടയുന്നവൻ്റെ സർവ്വപാപങ്ങളെയും നീക്കിക്കൊള്ളാമെന്നും അവൻ്റെ യോഗക്ഷേമം വഹാമ്യഹം, അവൻ്റെ യോഗക്ഷേമങ്ങൾ വഹിച്ചുകൊള്ളാമെന്നുമുള്ള പാർത്ഥസാരഥിയുടെ പ്രതിജ്ഞ നാം കേട്ടിട്ടുണ്ട്. അതുമാതിരി ഒരു പ്രതിജ്ഞയാണ് ശ്രീരാമചന്ദ്രൻ തൻ്റെ പരംഭാവ പ്രഭാവബോധത്തോടെ വിഭീഷണനിലും അരുളുന്നത്, വിഭീഷണനോട് പറയുന്നത്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ ഈ ഒരു സ്വീകാര്യ മനസ്സ് നാം മനസ്സിലാക്കി വെക്കണം. മറ്റൊരു കാര്യത്തെ കൂടി നമ്മളൊന്ന് വേഗത്തിൽ മനസ്സിലാക്കേണ്ടത്, ശ്രീരാമചന്ദ്രൻ്റെ ഒരു രാജ്യതന്ത്രമുണ്ട് ഇവിടെ. അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് വന്നു ചേരാവുന്ന ആപത്തുകളെക്കുറിച്ചുള്ള ബോധമുണ്ട് ഇവിടെ. മനുഷ്യ മനസ്സിൻ്റെ സൂക്ഷ്മഗതിയെ കാണാനുള്ള കഴിവ് രാമനുണ്ട്. അതുകൊണ്ട് എന്താണ് വിഭീഷണന്റെ മനസ്സിലെന്നും രാമൻ ഒരു രാജ്യതന്ത്രജ്ഞൻ എന്ന രീതിയിലും മനസ്സിലാക്കി വെക്കുന്നുണ്ട്. ജ്യേഷ്ഠനോട് പിണങ്ങിപ്പോന്നിരിക്കുന്ന ഒരു രാജകുമാരനാണ് വിഭീഷണൻ എന്ന് രാമൻ അറിയാം. ശത്രുവിൻ്റെ രഹസ്യങ്ങൾ അറിയുന്നവനാണ് വിഭീഷണൻ എന്ന് രാമൻ അറിയാം. സിംഹാസനത്തിന് അനന്തരാവകാശിയുമാണ് വിഭീഷണൻ എന്നും രാമൻ അറിയാം. അതുകൊണ്ട് അത്തരമൊരാൾ തൻ്റെ സംഘത്തിൽ ചേരുന്നത് തൻ്റെ കാര്യം സാധിക്കുന്നതിന് അത്യധികം സഹായകരമായിരിക്കും എന്ന ഒരു അറിവ് കൂടി രാമൻ്റെ മനസ്സിലുണ്ട്. കാരണം സിംഹാസനത്തിന് ചുറ്റും പല പല ആലോചനകൾ വളരും. അരജന് ക്ഷീണം സംഭവിക്കുന്ന സമയത്ത്, അതായത് പ്രധാനമന്ത്രിക്ക് ക്ഷീണം സംഭവിക്കുന്ന സമയത്ത്, രാജാവിന് ക്ഷീണം സംഭവിക്കുമ്പോൾ കൂടെയുള്ളവർ, സ്വജനങ്ങളും അയൽ രാജ്യങ്ങളും
പെട്ടെന്ന് തന്നെ രാജ്യത്തിന് മേലെ, സിംഹാസനത്തിന് മേലെ ചാടി വീഴുമെന്ന് രാമൻ അരുളി ചെയ്തിട്ടുള്ള രാഷ്ട്രതന്ത്ര തത്വത്തിൻ്റെ ഒരു വലിയ പ്രായോഗിക ദൃഷ്ടാന്തങ്ങളൊക്കെ ഇന്നത്തെ ഭാരതത്തെ, കഴിഞ്ഞ ഭാരതത്തെ ഇത് തമ്മിൽ ഒരു താരതമ്യം ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഈ അധികാര തർക്കം വരുന്ന സമയത്ത് സാധാരണ ലോകത്തിൽ സംഭവിക്കുന്നത് രാമനും ഭരതനെ പോലെയുള്ള വ്യക്തിത്വങ്ങളല്ല, രാമനും ഭരതനും തമ്മിലുള്ള സ്നേഹം പോലെയല്ല, ബാലിയും സുഗ്രീവനും തമ്മിലുള്ള സ്നേഹം പോലെയാണ്, രാവണനും വിഭീഷണനും തമ്മിലുള്ള സ്നേഹം പോലെയാണ്. കാരണം പരസ്പരം ജ്യേഷ്ഠാനുജന്മാർ വെട്ടിക്കൊല്ലുമെന്നുള്ള ഏർപ്പാടാണ് ലോകത്തിൽ ഈ അധികാര തർക്കം കൊണ്ടുണ്ടായിട്ടുള്ളത്. അതിനാകെ നമുക്ക് സ്വീകരിക്കാവുന്ന മാതൃക രാമനും ഭരതനുമാണ്. പക്ഷെ നമുക്ക് രാമൻ്റെയും ഭരതൻ്റെയും ഈ ഒരു മാതൃകയല്ല നമ്മുടെ ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നോക്കൂ, ശ്രീരാമചന്ദ്രൻ്റെ ഈ രാജ്യതന്ത്രം, അപ്പോൾ രാമൻ ഇവിടെ രാവണനെ തുലയ്ക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നോ വിഭീഷണനെ സ്വീകരിച്ചത്? ഒരിക്കലും അല്ല കേട്ടോ. അങ്ങനെ സ്വീകരിച്ചുവെങ്കിൽ രാമൻ്റെ അമാനുഷമായിട്ടുള്ള ഭാവത്തെ നാം ചോദ്യം ചെയ്യും. അപ്പം രാമൻ ഇവിടെ ചെയ്തത്, രാമൻ്റെ അഭയദാന വാക്കുകൾ തന്നെ ഇത് വ്യക്തമാക്കുന്നുണ്ട്. രാമൻ കൃത്യമായി സുഗ്രീവനോട് പറയുന്നുണ്ട്, സുഗ്രീവ, എന്നെ മായാവിയായിട്ടുള്ള അസുരന്മാർക്ക് ഉറക്കത്തിൽ ചതിച്ചൊന്നും കൊല്ലാൻ സാധ്യമല്ല. രാമൻ്റെ ആത്മവിശ്വാസം പൂകുന്ന വാക്കുകൾ നാം മനസ്സിലാക്കി വെക്കണം. എൻ്റെ അങ്കുലാഗ്രം കൊണ്ട് തകർക്കാൻ സാധിക്കും ഈ ലോകം മുഴുവൻ എനിക്ക്. രാക്ഷസ പിശാചുകൾക്കൊന്നും എന്നോട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ രാമൻ സുഗ്രീവനോട് വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് രാവണനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉപായമായിട്ടല്ല രാമൻ സത്യത്തിൽ വിഭീഷണനെ സ്വീകരിക്കുന്നത്. മറിച്ച് രാമൻ്റെ സ്വഭാവമാണ് അഭയദാനം എന്നുള്ളത്. തൻ്റെ മുന്നിലേക്ക് അഭയം ചോദിച്ചു വരുന്നവനെ തൻ്റെ ഭാഗം തന്നെയാണ്, താൻ തന്നെയാണെന്ന് മനസ്സിലാക്കി സ്വീകരിക്കുന്ന രാമൻ്റെ സ്വഭാവം. കാരണം രാമൻ ഒരിക്കലും വീമ്പ് പറയില്ല. അങ്ങനെയൊന്നും രാമൻ്റെ സ്വഭാവത്തിലില്ല. തന്നെ ശരണമടയുന്നവരെ സർവ്വ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കാനുള്ളത് തൻ്റെ വ്രതമാണ്. അത് വിഭീഷണൻ മാത്രമല്ല, ജാനകീചോരനായ രാവണൻ തന്നെയായാലും പ്രപന്നനായാൽ, എന്നെ നല്ലപോലെ എൻ്റെ മുന്നിൽ വന്ന് ശരണാഗതി ചെയ്യുന്നവനെ ശ്രീരാമചന്ദ്രൻ കാത്തു സംരക്ഷിക്കുമെന്നുള്ള ഏറ്റവും ഉദാരവും ഉദാത്തവുമായ വാണിയാണ് നമ്മൾ രാമൻ്റെ ആ ഒരു വാക്കിലൂടെ നമ്മൾ കേൾക്കണത്. ഭക്തന് ഭഗവാൻ നൽകുന്ന അഭയവാണികളാണ് രാമനിലൂടെ നമ്മൾ കേട്ടത്. ഇങ്ങനെ ഇത് രാമനും കൃഷ്ണനും ഒക്കെ ഒരേപോലെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ശരണാഗതിയാണ് രാമൻ വിഭീഷണനെ സ്വീകരിക്കുമ്പോൾ രാമൻ്റെ ഈ ഒരു വലിയ സ്വഭാവമാണ്. വലിയ ആ ഭക്തനെ ഭഗവാൻ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് അതേ ഭാവത്തിലാണ് അഭയം കൊടുത്ത് ദാനം കൊടുത്ത് തൻ്റേതാക്കി തീർക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ ഈ ഒരു സ്വഭാവം കൂടി നമ്മൾ ഈ ഒരു വിഭീഷണന്റെ ശരണാഗതിയിലൂടെ വായിച്ചെടുക്കണം. അതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ട രാമായണ കഥയെ നമ്മൾ ഇന്നത്തെ നിൽപ്പുതറയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു ശരണാഗതിയെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ നിൽപ്പുതറയിൽ നിന്ന് നാം പഠിക്കണം. ഇവിടെ നാം ഹനുമാന്റെ ബുദ്ധികൂർമ്മത പഠിക്കുന്നതോടൊപ്പം ശ്രീരാമചന്ദ്രന്റെ ഈ ഒരു ശരണഭാവത്തെ അതിനെയും നാം മനസ്സിലാക്കി വേണം നമ്മൾ രാമായണത്തെ ഇത്രയും ഭാഗത്തെ പഠിക്കാൻ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു രാമായണ പഠനത്തിന് ഇവിടെ സമാപനം കുറിക്കുന്നു. വളരെ ശ്രദ്ധയോടെ രാമായണം പഠിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.